Yes, 7.125 ആയിരുന്നു അത് നമ്മൾ കഴിഞ്ഞ ദിവസം എടുക്കാം. So come to page number 7.126. Come to page number 7.126. Right. അപ്പോൾ ഇതില് നിങ്ങളുടെ ഡാറ്റ ഇപ്പൊ എല്ലാവരും ഡാറ്റ ബുക്കിൽ എല്ലാം ഒരേപോലെ തന്നെ ആവണമെന്നില്ല. കാരണം ഡിഫറെന്റ് എഡിഷനിൽ ഡിഫറെന്റ് രീതിയിലാണുള്ളത്. ഞാൻ യൂസ് ചെയ്ത കുറച്ച് പഴയ എഡിഷനാണ്. ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ പേജ് നമ്പറിലും അതിന്റെ ചിലപ്പോൾ സെയിം കുറെ കാര്യങ്ങൾ പേജൊക്കെ സെയിം ആയിരിക്കും, പക്ഷെ അതിന്റെ ഓറിയന്റേഷനിൽ ചില ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, കിട്ടിയല്ലായിരിക്കും. 7.126. ഓക്കെ, അത് റിപ്പീറ്റഡ് ജോയിൻസിന്റെ ഡീറ്റെയിൽസ് കാണാം. ഓക്കെ, നമുക്ക് ഇനി നമുക്ക് ഡിസൈൻ ഓഫ് ജോയിൻസിലേക്ക് പോകാം. So we are going to learn in detail the design procedure, standardized design procedure, design of a riveted joint. Okay, so the basic design procedure. Okay, basic design procedure. ഓക്കെ, നമുക്ക് ഇത് സ്റ്റാൻഡേർഡ് ഡിസൈൻ പ്രൊസീജിയർ ആണ്. നമുക്ക് 1 by 1 ഡിസൈൻ പ്രൊസീജിയേഴ്സ് പറയാം. പിന്നെ ഇത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കണം ഈ ഒരു ഓർഡർ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, right. So these are the basic steps. We'll start with steps 1 by 1. Okay, so the complete design is based on the Indian boiler regulations, IBR. Okay, so this design procedure is based on IBR, which is nothing but Indian boiler regulations. Okay, so mainly hot riveting ചെയ്യുന്നത് നമ്മൾ പിന്നെ എന്താണ് ബോയിലേഴ്സിലാണ് വരുന്നത്. ഓക്കെ, സോ ഈ ജനറലൈസ്ഡ് ഡിസൈൻ പ്രൊസീജിയറും ബോയിലർ ഡിസൈനിന്റെ എന്താ പറയാ അതിന്റെ ലോഞ്ചിറ്റ്യൂഡൽ ബഡ് ജോയിന്റിന്റെ ഡിസൈനും പ്രൊസീജിയറും ഓൾമോസ്റ്റ് സെയിം ആണ്. പറയാം, അതിലെ ഫസ്റ്റ് ഫ്യൂ സ്റ്റെപ്സ് ആണ് ജനറലൈസ്ഡ് ഡിസൈൻ പ്രൊസീജിയറിലേക്ക് വരുന്നത്. ഓക്കെ, എങ്ങനെയാണെന്ന് പറയാം, ക്ലിയർ ആവും. Okay, so the first step as per IBR for the design procedure of riveted joint is the first step is to find the thickness of the boiler shell. Okay, is to determine the thickness or design the thickness of boiler shell. Okay, ഇത് നോട്ട് ചെയ്യണം, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോട്ട് ചെയ്യണം. Okay, is to first find the thickness of the boiler shell. Now, to find the thickness, we have an equation. T is equal to P into D divided by 2 into sigma T into efficiency plus 1 mm. Okay, but T is the thickness. Okay, thickness of boiler shell is the thickness of boiler shell. P is the steam pressure. It is the steam pressure. Okay, so normally thickness of boiler, thickness of the thickness of the boiler specific ആയിട്ട് വരുന്നതാണ് ബോയിലർ ഷെൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവുന്നത് നോർമലി നമ്മൾ നോക്കേണ്ട thickness of plate ആണ്. ഓക്കെ, നോർമലി ഈ ഒരു കേസ് വരുന്നത് ബോയിലറിന്റെ കേസിൽ മാത്രം. നമുക്ക് നോർമൽ കേസുകളിലെല്ലാം thickness is a given quantity. ഓക്കെ, രണ്ട് പ്ലേറ്റ് അല്ലെങ്കിൽ രണ്ട് ഷീറ്റുകളെയൊക്കെ നമ്മൾ പിന്നെ അത് റിജക്ട് ചെയ്യുന്ന കേസാണെങ്കിൽ thickness value will be a given quantity. ക്വസ്റ്റ്യനിൽ തരുന്ന ഒരു ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സോ ബോയിലറിന്റെ ഷെല്ലിന്റെ കേസിൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇൻസൈഡ് പ്രഷർ തരും, അതിന്റെ ഔട്ടർ ഡയമീറ്റർ തരും, അതിന്റെ സ്ട്രെസ് വാല്യൂസ് തരും. സോ and then continue the remaining process. Okay, so here
by P into D divided by 2 into sigma T. Okay, പറയാം. ഇപ്പൊ ക്ലിയർ ആയില്ലേ? സൗണ്ട് പ്രശ്നമില്ലല്ലോ. Where P is your pressure, okay, steam pressure, and D is the internal diameter. D is the internal diameter of boiler shell. Okay, of boiler shell. Okay. Now, and efficiency. Now, this one is the efficiency. Eta. Eta is the efficiency of longitudinal joint. Efficiency of longitudinal joint. Right. So these are the quantities plus 1 mm. ഈ 1 mm എന്ന് പറയുന്നത് ഒരു കൊറോഷൻ അലവൻസ് ആണ്. ഓക്കെ, അതായത് കൊറോഷൻ സംഭവിച്ചിട്ട് പോവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു 1 mm കൂടെ കൊടുക്കും. കൊറോഷൻ allowance. Okay, so for this equation, the equation കാണണമെങ്കിൽ you have to go to page number 7.126. 126 longitudinal butt joint first equation T is equal to കണ്ടോ, page number 7.126. കേട്ടോ, ഡാറ്റ ബുക്ക് ഉണ്ടാവണേ കയ്യില്. 7.126 കാണാം T is equal to P into D divided by 2 into efficiency into sigma T. 1.2 അല്ലല്ലോ. ഓ 1.26 എന്നല്ല മാറ്റുണ്ട്. 7.1213 കാണുന്നുണ്ട്. 126 പേജ് നമ്പർ 7.126 പോവാം. പേജ് 7.126. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ പേജും കൂടെ കാണിച്ചു തരാം. അതിന്റെ പേജും കൂടെ എടുക്കാം. ഒരു സെക്കൻഡ്, നമ്മളുടെ എല്ലാവരും എടുക്കുക, പേജ് എടുക്കുക. ഓക്കെ, സോ ഇവിടെ ഇങ്ങനെ ഒരു പേജ് കാണാം. .126 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കാണാം, കണ്ടോ? See, your thickness T is equal to P into D divided by 2 times efficiency into sigma T, right? Where sigma T is the design stress and tension. Okay, so all these quantities will be given. Okay, so this equation will normally നമുക്ക് ആവശ്യമുള്ളത് normally ബോയിലർ ജോയിന്റ്സിന്റെ കേസ് വരുന്ന സമയത്ത് മാത്രമാണ്, കാരണം അതിലാണ് ഇന്റേണൽ പ്രഷർ ഒക്കെ വരിക, റൈറ്റ്? അല്ലാത്ത കേസുകളിലൊക്കെ നോർമലി വാല്യൂ തന്നിട്ടുണ്ടാവും.
Right, thickness value will be given. Right, the problem ചെയ്യുമ്പോൾ clear ആവും. ഒരു second, ഇത് ഭയങ്കര വലുതായിരുന്നു. ശരി, നിങ്ങളുടെ എല്ലാവരും ഡാറ്റാ ബുക്കിലെ പേജ് ഇതുപോലെ തന്നെ ആവണമെന്നില്ല. ഇത് പഴയ എഡിഷൻ ആണ്. പുതിയ എഡിഷനിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. 2 പേജിലായിട്ട് നല്ല ടേബിളിലൊക്കെ ആയിട്ടാണ് പുതിയ എഡിഷനിലൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് പുതിയ എഡിഷൻ അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ 7.126 പറയുന്ന പേജ് നമ്പറിൽ പറയുന്നത് ചിലപ്പോൾ 7.127 മതി. Right. Okay. So ഇതുപോലെ ഡാറ്റ ബുക്ക് പേജ് വരും. അതിലെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് ഇവിടെ കാണാം. Your thickness T is equal to this one. P into D divided by 2 times efficiency into sigma T plus 1, where 1 is for the corrosion allowance. Okay. And the efficiency value you can take it based on this. Okay. Efficiency for a single riveted angle, the efficiency ranges between 0.6 to 0.8. If it is a double riveted condition, it ranges between 0.75 to 0.85. And for the third condition, it ranges between 0.8 to triple riveted angle. You have to take the efficiency. Maximum efficiency is 0.8 to 0.9. Right. So you can take the value, substitute it accordingly, and find the thickness. Okay, right. So that is the first step. Okay, for design, that is the first step. And the second one, that is to find the thickness of boiler shell. Right. Now, once you found out the thickness, the second step is actually to determine the diameter of the rivets. Okay, is to find the diameter of the rivets. Now, for that, you have a formula. D is equal to 6 root T. Okay, now this formula was given by Unwin. Okay, Unwin's formula. That is called Unwin's empirical relationship. Unwin's empirical relationship. Okay, so this palappuram competitive exams question how to determine the diameter of a rivet. Okay, but there is a condition for this one. Okay, now this is applicable only if your thickness is greater than 8 mm. Okay, so this equation is applicable only if your thickness is greater than 8 mm. Right. Now, if the thickness is less than 8 mm, now how will you find out the diameter? Okay, now for that, if the diameter is if the thickness is less than 8 mm, then use the relationship. Then equate shear resistance of rivet with the crushing resistance. That is, equate Fs with the FCR. Sorry, now we use the PSR. PS with the PCR with the crushing stress. Your shear stress equation there, shearing load equation, stress into pi by 4 d square. N into shear stress into pi by 4 d square is equal to equate it with the crushing stress into D into T into N times. Equate these two equations and find the value of diameter. Okay, now equate it and solve and find the value of diameter. Now this equation will change depending upon whether it is a double strap butt joint or a single strap butt joint. For the case of butt joint, lap joint case equation you can continue with this one. Right. Now, so we have found out thickness of the boiler, thickness of the first step is to find the thickness. The second step, once thickness is found out, determine the diameter of the rivet. Okay, that is another step. The third step, say diameter thickness diameter. The third step is to determine the pitch of the rivets. Okay, pitch of
reverse. See the second equation വേണമെങ്കിൽ സെയിം പേജ് തന്നെ ഡാറ്റാ ബുക്കിന്റെ സെയിം പേജ് തന്നെ ഇക്വേഷൻ കൂടെ കാണാം. b is equal to 6 root t where thickness is for thickness greater than 8 mm. ലെസ് ദാന്റെ കേസിൽ പറയുന്നില്ല. ലെസ് ദാൻ ആണ് വരുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ കണ്ടീഷൻ യൂസ് ചെയ്ത് തന്നെ സോൾവ് ചെയ്യണം. റൈറ്റ്. Now for the third case എന്താ പിച്ച് ആണ് കണ്ടത്. പിച്ച് കാണാൻ ഈ മൂന്നാമത്തെ ഇക്വേഷൻ എടുക്കരുത്. ഓക്കെ, ടു ഫൈൻഡ് പിച്ച് എന്ത് വേണമെന്ന് വെച്ചാൽ the first ഒരു procedure ആണ് to find the pitch. Okay, so first thing is that you have to equate tearing force with the shearing resistance. Okay, so the step is to equate tearing resistance with shearing resistance. Okay, equate these two. That means tearing resistance P minus d into sigma t. Right, tearing resistance equation correct alla? P minus your this one is sigma t into P minus d into t alla? P minus d into t. So this is P minus d into t into sigma t equated with shearing resistance, tau into n times tau into pi by 4 d square. Equate these two and find the value of pitch. Okay, equate these two equation and find the value for pitch. Okay, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. Equate this equation. ഇവിടെ നമുക്ക് thickness of the plate already നമ്മൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ given data ആയിരിക്കും. Diameter of the rivet, yes, അത് നമുക്ക് കിട്ടും. Sigma t will be a given value, shear stress value will be given, and diameter നമുക്ക് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കിട്ടി. Okay, equate these two and find the value of unknown value which is pitch. Okay, pitch unknown value ഇത് കണ്ടെത്താം. Right, now കഴിഞ്ഞില്ല, അവിടുന്ന് pitch കിട്ടും. Now again your P max equation. Okay, now there is also one more equation. So use this equation. P max is equal to C into T plus 41.28 mm. Okay, so substitute the value of thickness in this one and C, where C is a constant value. Okay, where C is a constant. It's a factor for boiler. Right, now equate this equation and find the value of pitch. Okay, now and after that compare these two. This value P max, maximum value of pitch. Okay, now compare the value. ഇവിടെ കിട്ടുന്ന ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടുന്ന പി വാല്യൂവും സെക്കൻഡ് വാല്യൂവിൽ കിട്ടുന്ന ഇനിഷ്യൽ നമുക്ക് പി കിട്ടും. കമ്പയർ പിച്ച് പി വിത്ത് പി മാക്സ് and then take the largest value. Okay, and take the largest value or higher value. Okay, the highest value. Okay, അതായിരിക്കും അവിടെ pitch value. അല്ല സോറി, ലാർജസ്റ്റ് അല്ല, സോറി, take the ഓക്കെ അങ്ങനെയല്ല. ഇവിടെ എന്ത് വേണമെന്ന് വെച്ചാല് സി മാക്സ് ഇവിടെ കിട്ടുന്ന മാക്സിമം വാല്യൂ, മാക്സിമം പിച്ച് പി മാക്സ് ആണ്. പി വാല്യൂ ലെസ് ദാൻ പി മാക്സ് ആണെങ്കിൽ ടേക്ക് പി. ഓക്കെ, now if p value is greater than p max, take p max as the pitch. Okay, just note on this one, take p max as the pitch. Right, clear ആണോ? പേരുള്ള കാര്യങ്ങളൊക്കെയാണോ? പറയാം അതിലൊക്കെ വരുന്നത് പറയാം. ഇതുവരെ ക്ലിയർ അല്ലേ? സ്റ്റെപ്പ് ഇതുവരെ എല്ലാം ഓക്കെ അല്ലേ എല്ലാവർക്കും? ബാക്കിയില്ല എല്ലാവരും ഇവിടെ ഉണ്ടോ? എല്ലാവരും ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയ ലാസ്റ്റ് പറയാണ്ട്? ചെറിയ കാര്യം എടുക്കണ്ടേ? എവിടെ പിച്ചിന്റെ ചെറിയ വാല്യൂ എടുക്കണ്ടേ? ഏത് ഇക്വേഷനായി ചോദിക്കുന്നു? ഇപ്പൊ എഴുതിയില്ല. പി മാക്സിന്റെയും മറ്റേ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്ത് കിട്ടുന്ന പിയും അതിന്റെ ഏത് പി എടുക്കണ്ടായിരുന്നു കേട്ടില്ല.
കറക്റ്റ് ആയിട്ട് നീ ഉദ്ദേശിച്ച് മനസ്സിലായില്ല എന്ന് പറയാം. ഓക്കെ, ഞാൻ സ്റ്റെപ്പ് ഇവിടെ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ട് പറയാം. സി ഡിസൈൻ പ്രൊസീജിയർ നമ്മൾ തുടങ്ങുന്നത് മീൻസ് ഫ്രം ദ തിക്നെസ് അല്ലെ. ആദ്യം തിക്നെസ് ആണ്. തിക്നെസ് നോർമൽ കേസിൽ തന്നിട്ടുണ്ടാവും. ബോയിലറിന്റെ കേസിൽ ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല. ബോയിലറിന്റെ പ്ലേറ്റിന്റെ തിക്നെസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ബോയിലറിന്റെ ഔട്ടർ പ്ലേറ്റിന്റെ തിക്നെസ്. ഓക്കെ, സോ പ്രഷർ വാല്യൂസ് ഇതൊക്കെ കിട്ടിയാൽ യു ക്യാൻ ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് ദ തിക്നെസ്. ഓക്കെ, സോ വൺസ് ദ തിക്നെസ് ഈസ് ഗിവൺ എന്ത് കിട്ടും? യു ക്യാൻ ഡയറക്ട്ലി ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ റിവർ. ഓക്കെ, അപ്പൊ റിവർ ഡയമീറ്റർ rivet diameter using this formula 6 root t. Okay, if the thickness is greater than 8 mm. Now if it is less than 8 mm, idana relationship, equate these two and find the diameter. Right, so idore kittiyadu thickness by diameter right. Third step you have to find the rivet, pitch of the rivet alla. pitch കാണാൻ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് you have to equate ടിയറിംഗ് റെസിസ്റ്റൻസ് വിത്ത് ഷിയറിംഗ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇതിൽ ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. ടിയറിംഗ് റെസിസ്റ്റൻസും ഷിയറിംഗ് റെസിസ്റ്റൻസിന്റെയും ഈക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയമീറ്ററും തിക്നെസ്സും അതിന്റെ കറസ്പോണ്ടിങ് സ്ട്രെസ് കോമ്പണൻസും ആണ് അല്ലെ, സ്ട്രെസ് വാല്യൂസ് ആണ്. ഇപ്പൊ രണ്ടും ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് ഇപ്പൊ തിക്നെസ്സും ഡയമീറ്ററും ഓൾറെഡി കിട്ടി. ബാക്കി വാല്യൂസ് വിൽ ബി ഗിവൺ. ഈക്വേറ്റ് ഇറ്റ് ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് പിച്ച്. കഴിഞ്ഞു. പിന്നെന്ത് വേണമെന്ന് വെച്ചാൽ യു ഹാവ് ടു കമ്പയർ ദാറ്റ് വാല്യൂ ഓഫ് പിച്ച് വിത്ത് സ്റ്റാൻഡേർഡ് വാല്യൂ അല്ലെ മാക്സിമം വാല്യൂ. ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിലെ മാക്സിമം വാല്യൂ എടുക്കണം. ഓക്കെ, ഫോർ ദാറ്റ് ദിസ് ഇസ് ദ ഇക്വേഷൻ. മാക്സിമം പി മാക്സ് ഇസ് ഈക്വൽ ടു ദിസ് ഇസ് ദ ഇക്വേഷൻ. ഇതിൽ ഓരോ വാല്യൂസ് ഇവിടെ കിട്ടുമെന്ന് പറയാം. തിക്നെസ് ടി വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. സി ഇസ് എ കോൺസ്റ്റന്റ്. അത് എങ്ങനെ എടുക്കണമെന്ന് പറയാം. റൈറ്റ്, നോ കിട്ടിക്കഴിഞ്ഞാൽ ഈ സോൾവ് ചെയ്ത് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ you have to equate this p value with the compare this p value with the p max value. Right, now പി മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് പിച്ച് ആണ്. ഇതിന് കിട്ടാൻ പറ്റാവുന്ന മാക്സിമം പിച്ച് വാല്യൂ ആണ് ഈ സാധനം. റൈറ്റ്, അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ എപ്പോഴും ഇതിൽ കൂടരുത് പിച്ച് വാല്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ പിച്ച് വാല്യൂ പി മാക്സിലും താഴെയാണെങ്കിൽ ആ വാല്യൂ എടുത്താൽ മതി. പി മാക്സ് വാല്യൂ എടുത്തിട്ട് ചെയ്യാം. റൈറ്റ്, പക്ഷെ കിട്ടുന്ന വാല്യൂ മാക്സിമം വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ യു ഹാവ് ടു avoid this p max value, p value, and take p max as the pitch value. Right, now ഇവിടെ പി മാക്സ് വാല്യൂ കിട്ടണമെങ്കിൽ സോ ഗോ ടു യുവർ ഡാറ്റാ ബുക്കിലേക്ക് വരാം. ഡാറ്റാ ബുക്കിൽ കാണാം നമ്മുടെ പിച്ച് വാല്യൂ ഡയറക്റ്റ് കിട്ടേണ്ട ഇക്വേഷൻ ഇവിടെ ഇല്ല. യു ഹാവ് ഓൺലി പി മാക്സ് വാല്യൂ. കാരണം ഇതെന്താ വെച്ചാൽ ഇത് ശരിക്കും ബോയിലറിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ബഡ് ജോയിന്റ് ഡിസൈൻ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഇതേ പ്രൊസീജിയർ ആണ് നമ്മൾ നോർമൽ കേസിൽ ഒരു റിവറ്റ് ഡിസൈനിങ്ങിനും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ മറ്റേ കേസും കൂടെ യൂസ് ചെയ്യുന്നത്. എന്താണ്? പി ടി ഇസ് ഈക്വൽ ടു പി എസ് യൂസ് ചെയ്യുക, ഫൈൻഡ് ദ വാല്യൂ ഓഫ് പിച്ച്. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ദാറ്റ് ഇസ് നോട്ട് ഹിയർ ഇൻ യുവർ ഡാറ്റ ബുക്ക്. റൈറ്റ്, നൗ ഇവിടെ പി മാക്സ് വാല്യൂ കിട്ടാൻ യു ഹാവ് ടു ഈക്വേറ്റ് പി മാക്സ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ടി ഇൻറ്റു പ്ലസ് 41 അല്ലെ. തിക്നെസ് ടി ആണ്. ടി നമ്മുടെ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് ആണ്. റൈറ്റ്, സി വാല്യൂ കാണാൻ സി ഇസ് ആക്ച്വലി എ ഫാക്ടർ ഫ്രം ബോയിലർ കോഡ്. ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് സി, ഇതാണ് കണ്ടീഷൻ. ഇത് ഈ ഒരു ടേബിൾ റെഫർ ചെയ്താൽ മതി. Okay, so for that, so depending upon the number of rivet, you can get the value of C. Okay, if it is a number of rivets per pitch, if it is 1, means you will get the value of, you can take the value of accordingly. Okay, 1, 2, 3 corresponding item, you can select the value from your data book. Right. Okay, now idana pitch kandathanalla step. Now going to the next step. So once you have found out the pitch, the next step is to find the distance between the rows of the rivet. Okay, so the third main step is to find the distance between the rows of rivets. Okay, now for that go to page number 7.127. Okay, so for that go to page number 7.127. Okay, 7.126 തന്നെ വന്നാല് അവിടെ ഒരു ടേബിൾ കാണാൻ പറ്റില്ല. അതുപോലെ ഒരു ടേബിൾ കാണാം. പുതിയ എഡിഷനിലാണെങ്കിൽ നല്ല ടേബിൾ ഒക്കെ വരച്ചിട്ടാണ് ഉണ്ടാവുക. ഇവിടെ there are different conditions അല്ലെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റോസ് ഓഫ് റിവറ്റ്സ് അല്ലെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റോസ് ഓഫ് റിവറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി പി ബി, ബാക്ക് പിച്ച് തന്നെയാണ്. Right, so to find the back pitch, okay, different conditions ഉണ്ട്. Chain riveted condition ഉണ്ട്, zigzag condition ഉണ്ട്. Okay, so depending upon the condition you can select the type of equation. Okay, ഇതിൽ തന്നെ രണ്ട് കാര്യങ്ങളാണ്. Equal number of rivets in all rows. Okay, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് ഈ ചെയിൻ റിവെറ്റിംഗ് സിസ്റ്റം ആണ് അല്ലെ.
1 2 ഇതേപോലെ 2 സൈഡ് ബൈ സൈഡ് ആയിട്ടാണ് വരുന്നെങ്കിൽ ഇറ്റ് ഇസ് ചെയിൻ റിവേറ്റിംഗ് കണ്ടീഷൻ. ചെയിൻ റിവേറ്റിംഗ് കണ്ടീഷനിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് റിബറ്റ്സ് ആക്കാം. ഓക്കെ, രണ്ട് ഇതിലും ഒരേ നമ്പർ ഓഫ് റിബറ്റ്സ് ആണ് വരുന്നെങ്കിൽ ദെൻ അത് ചെയിൻ റിവേറ്റഡ് കണ്ടീഷൻ. ഈക്വൽ നമ്പർ ഓഫ് റിബറ്റ്സ് ഇൻ ചെയിൻ റിവേറ്റഡ് കണ്ടീഷൻ എങ്കിൽ യു യൂസ് ദിസ് ഇക്വേഷൻ. ഓക്കെ, now again equal number of rivets in all rows for zigzag riveting ആണെങ്കിൽ then use this equation. ഓക്കെ, അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ n വാല്യൂ ചേഞ്ച് ആവുന്ന കണ്ടീഷൻ. നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ ദ ഔട്ടർ റോ ഈസ് ഹാഫ് ദ നമ്പർ ഇൻ ദ ഇന്നർ റോ. സി സംതിങ് ലൈക്ക് ദിസ്. ഇതുപോലെ ഔട്ടർ റോയില് ഉള്ളത് ഇന്നർ റോയിലുള്ള ഹാഫ് ആണെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഇതിൽ രണ്ടാണെങ്കിൽ ഇന്നർ റോയില് 4 എണ്ണം, 4 ഇത് 2 എണ്ണം ഔട്ടർ റോ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ദ നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ ദ ഔട്ടർ റോസ് ഇസ് ഹാഫ് ദ നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ ദ ഇന്നർ റോസ്. ഇങ്ങനെയാണ് കണ്ടീഷൻ എങ്കിൽ then you have, for if it is a chain riveting condition use this equation, if it is a zigzag riveting condition use the next equation. Okay, so you have to select the equation as per the given condition in your question. Fine, clear ആണോ? അതിനകത്ത് രണ്ടെണ്ണം ഉണ്ടല്ലോ, PB1. PB1 ചെയിൻ റിവറ്റിംഗ് ആൻഡ് അവിടെ ഈ രണ്ട് കണ്ടീഷനില് ഏതാണോ അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്നത് അത് എടുക്കുക എന്നുള്ളതാണ്. റൈറ്റ്, ഇതില് അത് ഒരുപാട് കൺസേൺ ആവട്ടെ. ശരിക്കും പറഞ്ഞാൽ രണ്ടും ചെക്ക് ചെയ്തിട്ട് ഇവിടെ എടുക്കുന്ന കേസ് എന്ന് പറയുന്നത് രണ്ട് വാല്യൂസും ചെക്ക് ചെയ്തിട്ട് മാക്സിമം ബെറ്റർ വാല്യൂ ആണ് എടുക്കുക, ലാർജർ വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് അത് അങ്ങനെ പോകണമെന്നില്ല, കാരണം അങ്ങനെ പോകുമ്പോൾ നമുക്ക് പ്രൊസീജിയർ ഒന്നുകൂടെ ലെങ്തി ആവും. ഇവിടെ ഡിസൈൻ ഡിസൈന്റെ കേസിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ അറിയേണ്ട കാര്യം നിങ്ങൾക്ക് പ്രൊസീജിയർ അറിയോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ടേബിളിൽ നിന്ന് വാല്യൂസ് എടുക്കാൻ അറിയോ അല്ലെങ്കിൽ ടേബിളിൽ നിന്ന് ഇക്വേഷൻസ് എടുക്കാൻ അറിയോ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കൂ. ഈവൻ നമുക്ക് ഇതുപോലെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ കാണാം, നമുക്കിപ്പോൾ എഫിഷ്യൻസി വാല്യൂ ഇവിടെ ഇറ്റ്സ് എ റേഞ്ച്, ഒരു റേഞ്ച് ഓഫ് വാല്യൂ ആണ് തരിക. അപ്പോൾ ഞാൻ എടുക്കുന്ന വാല്യൂ ആയിരിക്കില്ല തൊട്ട് അടുത്തൊരാണ് എടുക്കുന്നത്. അപ്പൊ എപ്പോഴും നമുക്ക് ഫൈനലിൽ കിട്ടുന്ന ആൻസർ വളരെയധികം വാരിയിങ് ആയിരിക്കും. എക്സാക്ട് ആൻസർ വരില്ല, പക്ഷെ വിത്തിൻ ഒരു പെർട്ടിക്കുലർ റേഞ്ച് ആയിരിക്കും നമുക്ക് ഫൈനൽ ആൻസർ വരിക. ഓക്കെ, ഒരു റേഞ്ച് ഉണ്ടാവും, പക്ഷെ എക്സാക്ട് ആൻസർ എന്തായാലും വരില്ല. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രൊസീജിയർ കറക്റ്റ് ആണോ, ഫസ്റ്റ് അവനെ അറിയോ ഏതാണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും ആസ് പെർ ചെയ്യേണ്ടത് യു ഹാവ് ടു check both the conditions, or okay, and these are the two conditions. You have to check the conditions and take the largest value. So ഇവിടെ അതിന്റെ ആവശ്യമില്ല, you can based on that you can take. എനിക്കൊന്ന് പുതിയ ഡാറ്റ ബുക്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ ഉണ്ട് ഏറ്റവും പുതിയ എഡിഷൻ. ഉണ്ട്, എല്ലാം നല്ല പെട്ടി നീറ്റാണ്. ഇതെല്ലാം എന്തെല്ലാം ഉണ്ട്, പുതിയതില് നല്ല നീറ്റാണ്, എല്ലാം വൃത്തിയില് ടേബിളൊക്കെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചിലതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി തന്നിട്ടുണ്ടാവും. അതിങ്ങനെ അഡ്വാൻസ് ആയിട്ട് വരുന്നതിനനുസരിച്ചിട്ട് ചില ഇക്വേഷൻസിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലോ ഓരോന്ന് ക്ലിയർ ആക്കി വരാം. ഓക്കെ, റൈറ്റ്. നൗ സോ എടുക്കേണ്ട കേസിൽ വിച്ച് എവർ ഇസ് ഗ്രേറ്റർ, വിച്ച് എവർ വാല്യൂ ഇസ് ഗ്രേറ്റർ, ശരിക്കും രണ്ട് കേസും ചെക്ക് ചെയ്യുക ആൻഡ് ടേക്ക് വിച്ച് എവർ ഇസ് ഗ്രേറ്റർ. ഓക്കെ, വിച്ച് എവർ is greater, take the value. Okay, so time consuming ആണ്, depending upon that നമുക്ക് ചെയ്യാം. Okay, right, fine. Now so this is the equation, this is a condition for selecting the equation or എന്താണ് PB value അല്ലെങ്കിൽ distance between the rows select ചെയ്യേണ്ട procedure ആണ്. Right, so the next step ഒരു ലാബ് ജോയിന്റ് കേസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഇതുവരെയാണ് നമ്മുടെ സ്റ്റെപ്സ് വരിക. Right, now if it's a butt joint, okay, butt joint ആണെങ്കിൽ ഇവിടെ തീർന്നില്ല. butt joint കേസിൽ you have to find the thickness of the butt joint. Okay, thickness of butt joint. Okay, so that is your next step. For the fourth step is to find the thickness of the butt strap. Okay, ഇതിലൊരു കണ്ടീഷൻ ഉണ്ട്, it should not be less than 10 mm. Okay, in no case it should be less than 10 mm. As per the Indian boiler regulation, it should not be less than 10 mm. Okay, ഇനി ബാക്കിയുള്ള thickness എങ്ങനെ എടുക്കാൻ നോക്കാം. Go to refer your page number 7.127. Okay, refer the page 7.127. അവിടെ ഒരു number of equations കാണാം, ഇതിലില്ല. പേജ് നമ്പർ 7.127. ഇവിടെ നിങ്ങൾക്ക് കാണാം
T1 is equal to 1.125 T for single cover, 0.625 T for double cover, equal width 1.125 for this one single cover with outermost rows having alternate rivets. See, there are different conditions. Any unequal width ആയിട്ടുള്ള cover plate ആണെങ്കിൽ, okay, equal width ആയിട്ടുള്ളാണെങ്കിൽ മുകളിലത്തെ conditions വരും. Unequal width ആണെങ്കിൽ, see, there are different conditions. The next set of conditions. Okay, so based on these conditions, we will be selecting the thickness equation as per the given question. ഇത് അഥവാ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനത്തെ ഒന്നും പറയുന്നില്ല എങ്കിൽ, കണ്ടീഷൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നതെങ്കിൽ, എനി കണ്ടീഷൻ നമുക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടീഷൻ എടുക്കാം, പക്ഷെ അത് സ്പെസിഫിക് ആയിട്ട് പറയണമെന്ന് മാത്രം. ഇന്ന് ബേസ്ഡ് ഓൺ ദിസ് കണ്ടീഷൻ വി ആർ സെലക്ടിങ് ദിസ് ഇക്വേഷൻ. ആസ് പെർ ദ ഇക്വേഷൻ, ദിസ് വൺ ഇസ് ദ തിക്നെസ് ഓഫ് ദ ബഡ് സ്ട്രാപ്പ്. Okay, so ഇതാണ് your standard equation. You have to select the standard equation and solve. Okay, so refer page number 7.127. Fine, clear ആണോ? ഓക്കെ അല്ലേ? അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അതിന്റെ എങ്ങനെ ഏതാണ് ഏത് ഇക്വേഷൻ ആണ് പ്രോപ്പർ ആയിട്ട് എടുക്കുന്നതെന്നൊക്കെ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ക്ലിയർ ആവും. Okay, now the last step is to define the marginal pitch. Okay, so the fifth step is to define the marginal pitch. Marginal pitch എത്രയായിരിക്കും? M is equal to നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? എത്ര എടുക്കേണ്ട മാർജിൻ? മിനിമം എത്ര മാർജിൻ എടുക്കണം? 1.5. So this is the last step. Okay, so with this your design procedure, okay, the basic design procedure. ഇനി ഇത് എങ്ങനെ ഓർത്ത് വെക്കണം അല്ലെങ്കിൽ ഈ ഓർഡർ എങ്ങനെ മനസ്സിൽ വെക്കണം എന്നുള്ളത് പറയാം. ബാക്കി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഓരോന്ന് ക്ലിയർ ആവും. സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ഇവിടെ നമ്മളിപ്പോ ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്കൊരു റിവറ്റ് ജോയിന്റ് ഡിസൈൻ ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തൊരു സാധനം ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്കൊരു സിമ്പിൾ റിവറ്റഡ് ജോയിന്റ് എടുക്കാം. ഓക്കെ, സി ദ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? ഇവിടെ വരുന്ന സ്ട്രാപ്പിന്റെ തിക്നെസ് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത് അല്ലെ? സോ പ്ലേറ്റിന്റെ ഒക്കെ കേസിൽ യുവർ തിക്നെസ് ഈസ് എ ഗിവൺ ക്വാണ്ടിറ്റി, ദാറ്റ് തിക്നെസ് വിൽ ബി ഗിവൺ. കാരണം ഇതിന്റെ കേസിൽ ഒരു സാധാരണ നോർമൽ പ്ലേറ്റിന്റെ കേസിൽ നമുക്ക് അതിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഒന്നും ഉണ്ടാവില്ല അല്ലെ? നമ്മളിതിൽ പ്ലേറ്റിന്റെ കേസിൽ ഒരു ആക്സിയൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കേസാണ് ഉണ്ടാവുക, റൈറ്റ്? അപ്പൊ ബോയിലറിന്റെ കേസിലാണെങ്കിൽ മാത്രമാണ് സ്പെസിഫിക് ആയിട്ട് തിക്നെസ് ഡിറ്റർമിൻ ചെയ്യേണ്ടി വരിക യൂസിങ് ദ കണ്ടീഷൻസ് പ്രഷർ ഇൻടു ഇന്റർണൽ ഡയമീറ്റർ ആൻഡ് ഓൾ. ഓക്കെ, അല്ലെങ്കിൽ യുവർ തിക്നെസ് ടി വിൽ ബി ഗിവൺ. ഫൈൻ. സോ തിക്നെസ് ഓഫ് ദ സ്ട്രാപ്പ് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു റിവറ്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സങ്കല്പിക്കാം, നമ്മൾ റിവറ്റ് അടിക്കാൻ വേണ്ടി പോകണം. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഞാൻ എത്ര സൈസിന്റെ റിവറ്റ് എടുക്കണം, എത്ര ഡയമീറ്ററിന്റെ റിവറ്റ് എടുക്കണം എന്നാണ് അല്ലെ? സോ ആദ്യത്തെ റിവറ്റ് അല്ലെ, ഫസ്റ്റ് റിവറ്റ് അടിക്കണമെങ്കിൽ ആ റിവറ്റിന് ഒരു ഹോൾ ഡയമീറ്റർ വേണം, റിവറ്റിന്റെ ഒരു ഡയമീറ്റർ വേണം. ഓക്കെ, സോ ദ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഈസ് ടു ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് റിവറ്റ്. ഓക്കെ, അപ്പൊ ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് കാണാനാണ് നമ്മൾ രണ്ട് ഫോർമുല ഉണ്ട്. D is equal to 6√T and the condition അല്ലെ? അത് D is equal to 6√T വെച്ചിട്ട് അത് if it is greater than 8 mm അല്ലെ, greater than 8 mm ആണെങ്കിൽ thickness greater than 8 mm ആണെങ്കിൽ, if it is not, then use the condition അല്ലെ? എന്തായിരുന്നു കണ്ടീഷൻ? equating the shearing resistance, equate shearing resistance with the crushing resistance PCR. Okay, and find the diameter D. Okay, so ഇതായിരുന്നു കണ്ടീഷൻ. Now see, ഫസ്റ്റ് റിവറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് എന്താ ഇനി അടുത്തെന്താ അറിയണ്ടേ? ഞാൻ അടുത്ത റിവറ്റ് എവിടെ അടിക്കും അല്ലെ? റൈറ്റ്. അപ്പോ ഇനി അടുത്ത റിവറ്റ് എവിടെ അടിക്കണം എന്ന് അറിയണം. അടുത്ത റിവറ്റ് എവിടെ അടിക്കണം എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? എനിക്കൊരു അടുത്ത റിവറ്റ് ഡിസ്റ്റൻസ് എനിക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റണം. ആ റിവറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ദ പിച്ച് അല്ലെ? ഫസ്റ്റ് റിവറ്റ് അടിച്ചു, അടുത്ത റിവറ്റ് അടിക്കേണ്ട ഡിസ്റ്റൻസിനാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്, റൈറ്റ്? സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ടു ഡിറ്റർമിൻ ദ പിച്ച്. ഓക്കെ, സോ പിച്ച് കാണാൻ നമ്മൾ ഡിഫറെന്റ് കണ്ടീഷൻസ് നോക്കി. എന്താണ്? ടിയറിംഗ് റെസിസ്റ്റൻസ് യു ഹാവ് ടു ഇക്വേറ്റ് വിത്ത് ദ ഷിയറിംഗ് റെസിസ്റ്റൻസ് ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് പിച്ച്. ഓൾസോ വി ഹാവ് എ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഫോർ P max which is C into T plus 48. Now compare these two values and take the minimum value. Okay, make the minimum. രണ്ടിൽ ഏതാണ് ഏറ്റവും മിനിമം വരുന്നത്? That is your pitch. ഓക്കെ, സോ പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഈ പോയിന്റ് ആയി. അപ്പോൾ അടുത്ത റിവറ്റ് നമുക്ക് അടിക്കാം ബേസ്ഡ് ഓൺ ദ പിച്ച്, അടുത്ത റിവറ്റ് നമുക്ക് അടിക്കാം ബേസ്ഡ് ഓൺ ദ പിച്ച്, റൈറ്റ്? അപ്പൊ ഒരു ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയാൽ എന്ത് ചെയ്യണം?
അടുത്ത റോയിൽ എനിക്ക് അടിക്കണം അല്ലെ. അപ്പൊ എന്ത് വേണം? യു ഹാവ് ടു ഡിറ്റർമിൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റോസ് ഓഫ് ദ റിവറ്റ്സ് അല്ലെ. അടുത്തത് എവിടെ അടിക്കണം? ഈ ഡിസ്റ്റൻസ് എനിക്ക് അറിയണം. ദിസ് ഇസ് നത്തിങ് ബട്ട് യുവർ പി ബി. Okay. Now for that you have standard conditions. This is your fourth step for ഡിസൈനിങ് എ റിവറ്റഡ് ജോയിന്റ് അല്ലെ. ഇതാണ് ഫോർത്ത് സ്റ്റെപ്പ്. സോ പി ബി ഇതെങ്ങനെ എടുക്കും? ഈ പി ബി എടുക്കുന്ന കേസിലാണ് നമ്മൾ ഡിഫറെന്റ് കണ്ടീഷൻസ് ചെയ്യേണ്ടി വരുന്നത്. എന്തൊക്കെയാണ്? ചെയിൻ റിവറ്റിംഗ് ആണോ നോക്കണം, പിന്നെയോ സിക്സാഗ് ആണോ നോക്കണം. അത് മാത്രം പോരാ, പിന്നെന്ത് വേണം? നമ്പർ ഓഫ് റിവറ്റ്, ഔട്ടർ റോസിലെ നമ്പർ ഓഫ് റിവറ്റും ഇന്നർ റോസിലെ നമ്പർ ഓഫ് റിവറ്റ്സും എങ്ങനെയാണ്, ആ നേച്ചർ എങ്ങനെയാണ് നമുക്ക് വേണ്ടതെന്നുള്ള കണ്ടീഷൻസും കൂടെ നോക്കണം അല്ലെ. സോ ഡിപ്പെൻഡിങ് ഓൺ ഓൾ ദാറ്റ് കണ്ടീഷൻസ് സെലക്ട് എ സ്യൂട്ടബിൾ ഇക്വേഷൻ ഫോർ പി ബി, substitute the values and find the value of PB. Okay, then based on the pitch you can give the rivet. Okay, now ഒരു ലാബ് ജോയിന്റ് കേസിലാണ് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളോടുകൂടി നമ്മളെ ഡിസൈൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യും. 4 സ്റ്റെപ്പിലോടുകൂടി ഡിസൈൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ ഒരു ബഡ് ജോയിന്റിന്റെ കേസാണ് വരുന്നതെങ്കിൽ, ബഡ് ജോയിന്റിന്റെ കേസ് ആണെങ്കിൽ യു ഹാവ് ടു ഡിഫൈൻ ദ തിക്നെസ് ഓഫ് ദ ബഡ് സ്ട്രാപ്പ്. തിക്നെസ് ഓഫ് ബഡ് സ്ട്രാപ്പ്. Okay, so depending upon the condition, there are number of relationship, number of equations based on the given condition. Select suitable equation. Select suitable equation and find the thickness of bud strap. Okay, that's it. ഇത്രേ ഉള്ളൂ ഒരു റിവറ്റ് ഡിസൈൻ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇതാണ് ബോയിലറിന്റെ ഡിസൈൻ. ബോയിലറിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ റിവറ്റ്സിന്റെ ഡിസൈനിന്റെ ഇനീഷ്യൽ സ്റ്റെപ്സും കൂടിയാണ് ഇത്. അതിൽ പക്ഷേ ബോയിലറിന്റെ കേസിൽ പിന്നെ ഇവിടെ തീരുന്നില്ല, സർക്കംഫറൻഷ്യൽ കൂടെ വരും. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് കേസ് ആയിട്ട് നോക്കാം. ഇവിടെ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ, എന്താടാ ലാസ്റ്റ് റോഷൻ എന്താ ചോദിച്ചാ? അല്ല സാർ, നേരത്തെ ചോദിച്ചു. റോ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്ന പറയോ? സ്റ്റെപ്പ് 4 ഏതെടുക്കണ്ടേ? സ്റ്റെപ്പ് 4 റോസ് സെലക്ട് ചെയ്യുന്നില്ല സാർ, ചെയിനും ഇതുകൊണ്ട് വേണ്ടി അവിടെ നിന്ന് ക്ലിയർ ആയില്ല. അതെ, അത് ടേബിൾ ബേസ് ചെയ്തിട്ട് എടുക്കുക. അത് ക്ലിയർ ആവണം. നമുക്കൊരു പ്രോബ്ലം കാണുന്നതാണ്. അപ്പൊ ഒരു പ്രോബ്ലം പിന്നെ ഗിവൺ ഡാറ്റാസ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആവും. അപ്പൊ അത് നമ്മൾ ഒരു ഡാറ്റാസ് ഒന്നും ഇല്ലാതെ പറയുമ്പോഴാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട്. അത് ആ ടേബിളിൽ നിന്നാണ് എടുക്കേണ്ടത്. 2 കേസും എടുക്കേണ്ടത് എന്താ പറയാ, പിച്ച് എടുക്കേണ്ടത്, അല്ല സോറി, എന്താ പറയാ, ബാക്ക് പിച്ച് വാല്യൂ എടുക്കേണ്ടത് റെഫറിങ് ടു ദ ടേബിൾ. ഓക്കെ, എങ്ങനെ റെഫർ ചെയ്യണമെന്ന് ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതുപോലെ തിക്നെസ് എടുക്കേണ്ട കേസിലും ബേസ്ഡ് ഓൺ ദ ഗിവൺ കണ്ടീഷൻ ആണ് എടുക്കേണ്ടത്. ഇനി അഥവാ കണ്ടീഷൻ തന്നിട്ടില്ലെങ്കിൽ അതെങ്ങനെ എടുക്കണമെന്നും പറയാം. ഓക്കെ ഓക്കെ, ഫോർത്ത് സ്റ്റെപ്പ് ഇക്വേഷൻ. ഇവിടെ ഡാറ്റാ ബുക്ക് വേണേ കയ്യില്. നിങ്ങളെ കയ്യിൽ ഡാറ്റാ ബുക്ക് ഉണ്ടാവും എന്ന അസംഷനിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ടേബിൾ. ഇപ്പൊ നിങ്ങളെ പുതിയ എന്താണ് പുതിയ എഡിഷന്റെ കേസിൽ നല്ല അടിപൊളിയായിട്ട് എനിക്കൊന്ന് റൈറ്റ് സൈഡിലാണെന്ന് തോന്നുന്നു, നല്ല വൃത്തിയായിട്ട് ടേബിൾ ആയിട്ട് ഇതെല്ലാം ടാബ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിട്ട് വാല്യൂ എടുക്കുകയും ഉണ്ട്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഏതാണ്ടെല്ലാം ക്ലിയർ ആക്കി എടുക്കാവുന്നേ ഉള്ളൂ. So write down the question. A double riveted lap joint with zigzag riveting is to be designed for 13 mm thick plate. So we designed for 13 mm thick plate. Assume sigma T is equal to 80 megapascal. Shear stress is equal to 60 megapascal. Crushing stress is equal to 120 megapascal.
Also find the efficiency of the joint. Also find the efficiency of the joint. Okay, a double riveted lap joint with zigzag riveting is to be designed for a 13 mm thick plate. Assume the stress values are given. Also find the efficiency of the joint. Right. Second part ആണ് find the efficiency. അതവിടെ നിൽക്കട്ടെ. First part complete ചെയ്യാം. നാലെടുക്കാം സാർ, 4 മിനിറ്റ് അല്ലേ ഉള്ളൂ. എന്താ? അല്ല 4 മിനിറ്റ് അല്ലേ ഉള്ളൂ. അല്ല, ഞാൻ ജസ്റ്റ് 2 സ്റ്റെപ്പ് പറയും കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പൊ നിങ്ങൾ 2-3 കാര്യങ്ങൾ ചെയ്തു. അത് ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പം നോർമൽ തിക് പ്ലേറ്റിന്റെ കേസ് ആൻഡ് യുവർ തിക്നെസ് വാല്യൂ വിൽ ബി ഗിവൺ അല്ലെ. 13 mm ആണ് തിക്നെസ് തന്നിട്ടുണ്ട്. ഡബിൾ റിവേറ്റഡ് ലാബ് ജോയിന്റ് വിത്ത് 6 ഇത്രയും കണ്ടീഷൻസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, ബാക്കി പല കാര്യങ്ങളും നമ്മൾ അസ്യൂം ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, ഡബിൾ റിവെറ്റഡ് ആണ്. ഓക്കെ, ഡബിൾ റിവെറ്റഡ് അതാണ് ഒരു കണ്ടീഷൻ. വിത്ത് 6 റിവെറ്റിംഗ്, യെസ്, ഇതാണ് അടുത്ത കണ്ടീഷൻ. ഇസ് ടു ബി ഡിസൈൻ ഫോർ 13 mm തിക് പ്ലേറ്റ്. ബാക്കി വേറെ ഡാറ്റാസ് ഒന്നുമില്ല. ഓക്കെ, വേറെ ഡാറ്റാസ് ഇല്ല എന്ന് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അസ്യൂം ചെയ്യാന്നുള്ളതാണ്. റൈറ്റ്. അപ്പോൾ അസംഷൻ പലരും എടുക്കുന്ന പല അസംഷൻസ് ആയിരിക്കും. അത് ബേസ് ചെയ്തിട്ട് ഈ വേരിയിങ് ആൻസേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുകയും ചെയ്യാം. റൈറ്റ്. സോ തിക്നെസ് വാല്യൂ is this one. So first step is to determine the thickness that is given. Fine. So second step is to determine the diameter of the rivet. See, diameter of the rivet എടുക്കുന്ന സമയത്ത് എന്ത് ചെക്ക് ചെയ്യണം? നമ്മൾ എപ്പോഴും ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പോവാ. ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് എടുക്കുന്നത് ബേസ്ഡ് ഓൺ ദ തിക്നെസ് കണ്ടീഷൻ ആണ് അല്ലെ. സിൻസ് യുവർ തിക്നെസ് ഈസ് ഗ്രേറ്റർ ദാൻ 8 mm, നമുക്ക് പറയാം your diameter is equal to 6√t. Okay, ഇത് ബേസ് ചെയ്ത് സോൾവ് ചെയ്യാം. 6√8. Okay, you can find the value of diameter. That's it. Okay. Now similarly, you can find the pitch. Pitch ഒന്ന് കണ്ടുപിടിച്ചിട്ട് നാളെ വരാം. നമുക്ക് ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാം. Okay, based on the pitch condition, pitch എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ള കണ്ടീഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ട് പിച്ച് കണ്ടുപിടിക്കുക. പ്ലസ് പി മാക്സ് കൊടുക്കുക. പി മാക്സ് വാല്യൂയും പി വാല്യൂയും കണ്ടുപിടിക്കുക. പി വാല്യൂ കണ്ടുപിടിക്കുക, പി മാക്സ് വാല്യൂ കണ്ടുപിടിക്കുക. ബാക്കി എന്ത് ചെയ്യണമെന്ന് നാളത്തെ ക്ലാസ്സിൽ പറയാം. ഓക്കെ, എങ്ങനെ കമ്പയർ ചെയ്യണമെന്നും എങ്ങനെ വാല്യൂ എടുക്കണം എന്നുള്ള നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. Materials